എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെഷനിൽ നാം കവർ ചെയ്യുന്നത് മൊബൈൽ ഫോൺ വഴി എങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെ, ക്ലാസ് വർക്കുകൾ, അസൈൻമെന്റുകൾ, ഹോംവർക്കുകൾ എന്നിവ കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളവയാണ്. ഗൂഗിൾ ക്ലാസ് റൂം വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നായതുകൊണ്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിലെ ഓപ്ഷൻസ്, ഇതിലെ മെത്തേഡുകൾ. നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ ക്ലാസ് റൂം മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ ക്ലാസ് റൂം ആപ്ലിക്കേഷൻ വരും. ജസ്റ്റ് ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ വെൽക്കം സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞു. ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഏത് ഐ ഡിയിൽ നിന്നാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഐ ഡി സെലക്ട് ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ബ്ലാങ്ക് പേജിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ പ്ലസ് സിമ്പിളിൽ പ്രസ് ചെയ്യുമ്പോൾ ജോയിൻ ക്ലാസ്, ക്രിയേറ്റ് ക്ലാസ് എന്ന് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ലഭിക്കും. ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ജോയിൻ ക്ലാസ്സിലാണ് കയറേണ്ടത്. ജോയിൻ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ഒരു സ്ക്രീനാണ് വരുന്നത്. ഇവിടെ ക്ലാസ് കോഡ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലാസ് കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലാസ് കോഡ്, നമ്മുടെ ടീച്ചർ നമുക്കൊരു ക്ലാസ് കോഡ് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടാകും. ആ ക്ലാസ് കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലാസ് കോഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഈ ക്ലാസ് കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ജോയിൻ ക്ലാസ് എന്ന് കൊടുക്കുക. അപ്പോൾ 9th A എന്നുള്ള ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ക്ലാസ്സിൽ നമുക്കുള്ള വർക്കുകൾ ഇവിടെ സ്ട്രീമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലാസ് വർക്കുകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂ അസൈൻമെൻറ്റ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ മുകളിൽ ലൊക്കേറ്റ് സം കോർഡിനേറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 5 പോയിൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ. യുവർ വർക്ക് മിസ്സിംഗ് എന്നാണ്. നമ്മളിത് വർക്ക് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് മിസ്സിംഗ് എന്ന് കാണിക്കുന്നത്. അത് നമുക്ക് വർക്ക് ചെയ്യണം. അവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരുമ്പോൾ ആഡ് അറ്റാച്ച്മെൻ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ ആൾറെഡി ഈ ക്വസ്റ്റ്യൻ ബുക്കിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ടീച്ചറിന് അയച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ആഡ് അറ്റാച്ച്മെൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് വന്നിരിക്കുകയാണ്. എവിടെ നിന്ന് അറ്റാച്ച് ചെയ്യണം, ഡ്രൈവിൽ നിന്ന് വേണോ, ഏതെങ്കിലും ലിങ്ക് കൊടുക്കുകയാണോ, ഫയൽ അപ്ലോഡ് ചെയ്യുവാണോ, ടേക്ക് എ ഫോട്ടോ ആണോ, റെക്കോർഡ് വീഡിയോ ആണോ, ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻറ്റ്സ്, സ്ലൈഡ്സ്, ഷീറ്റ്സ്, ന്യൂ PDF എന്നിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ ജസ്റ്റ് നമ്മൾ ബുക്കിൽ വരച്ചിട്ടുണ്ട്. അത് ഫോട്ടോ എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ടേക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ നമ്മൾ വരച്ച ഈ വർക്കിൻ്റെ ബുക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ വർക്ക് അപ്ലോഡായി ഇവിടെ ഫയൽ നെയിമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ടേൺ ഇൻ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് സബ്മിറ്റ് ആയിക്കോളും. വിൽ ബി സബ്മിറ്റഡ്. ഓക്കെ, ടേൺ ഇൻ. അപ്പോൾ ഈ വർക്ക് സബ്മിറ്റ് ആയിരിക്കുകയാണ്. ഇനിയും നമുക്ക് വർക്കുകൾ ഉണ്ടോയെന്നറിയാൻ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുന്നതിനും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടു ഡു എന്നുള്ളതിൽ പോയാൽ മതി. നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലാത്ത വർക്കുകളെല്ലാം ഇവിടെ കാണിക്കും. മിസ്സിംഗ് ആയിട്ടുള്ളതെല്ലാം ഇവിടെ കാണിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. എക്സ്പ്രസ് 2.333 ഇൻ റാഷണൽ ഫോം. ഇവിടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ടൈപ്പ് യുവർ ആൻസർ എന്നാണ്. നമ്മളിത് വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 7/3 ആണ്. അതുകൊണ്ട് 7/3 നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ. ഇനി ടേൺ ഇൻ, സബ്മിറ്റ് ആൻസർ, സബ്മിറ്റ്.
അപ്പോൾ അടുത്ത ആൻസർ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നു. നമ്മുടെ മിസ്സിംഗ് വർക്ക് വീണ്ടും ഇവിടെ ഉണ്ട്. ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ ഇറാഷണൽ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദി ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണ്. അതുകൊണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്തു. ടേൺ ഇൻ, സബ്മിറ്റ്. ഓക്കെ, ഇനി നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വീണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ഡ്രോ റൂട്ട് 3 ഓൺ നമ്പർ ലൈൻ. അത് ഇപ്പോൾ ചെയ്യുന്നില്ല, അടുത്തത് ചെയ്യാം. ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് റാഷണൽ നമ്പർ. ഇതൊരു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് റാഷണൽ നമ്പർ ഈസ് ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ട്രൂ നമ്മൾ ചെയ്യുന്നു. ടേൺ ഇൻ, സബ്മിറ്റ് ആൻസർ, സബ്മിറ്റ്. ഇപ്പോൾ ടു ഡു എന്നുള്ള ഓപ്ഷനകത്ത് ഡ്രോ റൂട്ട് 3 ഓൺ നമ്പർ ലൈൻ എന്നുള്ളതാണ് പെൻഡിങ്ങിൽ കിടക്കുന്നത്. അത് പിന്നീട് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. നമുക്കിപ്പോൾ ഒരു ക്ലാസ് റൂമിലേ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഒന്നിലധികം ക്ലാസ് റൂം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഫോൾഡറുകളായിട്ട് ഒന്നിലധികം ക്ലാസ് റൂം നമുക്കിവിടെ കാണിച്ചേനെ. ഇവിടെ 9th എന്നുള്ളതിലാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ടീച്ചർ തന്നിട്ടുള്ള ക്ലാസ് വർക്കുകളെല്ലാം ഇവിടെയുണ്ട്. കോർഡിനേറ്റ് ജോമെട്രിക്കകത്തു നിന്നുള്ളത് നമ്മൾ ചെയ്തിരുന്നു. നമ്പർ സിസ്റ്റത്തിൽ നിന്നുള്ളത് നമ്മൾ ചെയ്ത വർക്കുകളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ചെയ്യാത്ത വർക്ക് ഹൈലൈറ്റഡ് ആയിട്ട് തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. പീപ്പിൾ എന്നുള്ള ഓപ്ഷനകത്ത് ടീച്ചർ ആരാണെന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സിൻ്റെ ലിസ്റ്റ് ഇതിനകത്തുണ്ട്. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത് സെറ്റിങ്സ് ആണ്. ഈ സെറ്റിങ്സിൽ ഒരു ഓപ്ഷനുണ്ട്, സെൻഡ് ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് ഉള്ള. നമുക്ക് ക്ലാസ് റൂമിൽ നമുക്ക് വർക്ക് വരുന്നത് അതുപോലെ തന്നെ അസൈൻമെൻറ്റ് വരുന്നത് എല്ലാം ഇമെയിൽ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഇമെയിലിൽ വരും. ഒരു പക്ഷേ പേരൻറ്റിൻ്റെ ഇമെയിൽ മറ്റോ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ബൾക്കായിട്ടുള്ള മെസ്സേജുകളും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സെൻഡ് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ തന്നെ ഇമെയിൽ ആണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇമെയിലിൽ കിടക്കും. ഒരു പക്ഷേ ഇമെയിൽ നോക്കിയാലും നമ്മുടെ വർക്ക് പെൻഡിങ് ഉള്ളതും എല്ലാം അസൈൻമെൻറ്റും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അത് ഓപ്ഷണലാണ്, സെൻഡ് ഇമെയിൽ നോട്ടിഫിക്കേഷൻ. ഓക്കെ, നമ്മുടെ ക്ലാസ് റൂമിൽ പോയാൽ നമ്മുടെ അസൈൻമെൻറ്റുകളുടെ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാം. യുവർ വർക്ക് ഡൺ ലേറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ലേറ്റായിട്ടാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. 5 out of 5 നമ്മുടെ മാർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എഡിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ടീച്ചർ എഡിറ്റ് ചെയ്ത് അയച്ചതാണ്. നമുക്ക് നോക്കാം. ടീച്ചർ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റീസബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ ആഡ് അറ്റാച്ച്മെൻ്റ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് തെറ്റായിരുന്നുവെങ്കിൽ ആഡ് അറ്റാച്ച്മെൻറ്റിനകത്ത് ചെയ്തിട്ട് നമുക്ക് റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മറ്റു വർക്കുകൾ നോക്കാം. ഡെസിമൽ എക്സ്പാൻഷൻ. ഇവിടെ സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസിനകത്ത് നമ്മുടെ യുവർ ആൻസർ ഇവിടെ കിടക്കുന്നുണ്ട്. ഡൺ ലേറ്റ് നമുക്ക് ടീച്ചർ മാർക്ക് ഇട്ടിട്ടുണ്ട്. 1 out of 1 അത് കംപ്ലീറ്റഡ് ആണ്. ഇങ്ങനെ നമുക്ക് ക്ലാസ് വർക്കിനകത്ത് പോകുന്നുണ്ടെങ്കിൽ ടോപ്പിക് വൈസ് നമ്മുടെ ക്ലാസ് വർക്കുകളെല്ലാം കാണിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഗൂഗിൾ ക്ലാസ് റൂം ഏവരും ഇൻസ്റ്റാൾ ചെയ്ത് ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നന്നായിട്ട് ഹോംവർക്കുകൾ ചെയ്ത് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്ത് നല്ല ഗ്രേഡുകൾ വാങ്ങിക്കുവാൻ കഴിയട്ടെ. നല്ലൊരു അക്കാഡമിക് ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.